അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും ഓൺലൈൻ റേഡിയോ ശ്രോതാക്കൾക്കും KMAC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. പട്ടികൾക്കും പാമ്പുകൾക്കുമിടയിൽ ഒരു അനാഥാലയം. മനുഷ്യക്കടത്ത് എവിടെയെത്തി? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഇന്ന് KMAC ന്യൂസിൽ. പരിസ്ഥിതി ദിനത്തിൽ ചരിത്രം സൃഷ്ടിച്ച സുന്നി സംഘടനകളും സ്ഥാപനങ്ങളും ഇന്ന് നട്ടത് ലക്ഷക്കണക്കിന് വൃക്ഷത്തൈകൾ. പരിസ്ഥിതി സംരക്ഷണത്തിനും ബോധവൽക്കരണത്തിനുമായി മർക്കസ് നോളജ് സിറ്റി മർക്കസ് ഗ്രീൻ മൂവ്മെന്റിന് തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങുന്നു. നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കുമെന്ന് റിപ്പോർട്ട്. പുനെയിൽ മുസ്ലിം IT വിദഗ്ധന്റെ കൊലപാതകം ആദ്യ വിക്കറ്റ് എടുത്തുവെന്ന് ഹിന്ദുത്വരുടെ മെസ്സേജ്. കേരളത്തിലെ അനാഥശാലയിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന സംഭവത്തിൽ ഝാർഖണ്ഡ് സ്വദേശി ഷക്കീൽ അക്തർ അറസ്റ്റിൽ. UAE അടക്കം അറബ് രാഷ്ട്രങ്ങളിൽ ഇത്തവണ ദൈർഘ്യമേറിയ വ്രതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. മോദിക്ക് പിന്നാലെ പ്രമുഖ നേതാക്കളായ LK അഡ്വാനിയും സോണിയാഗാന്ധിയും ലോക്സഭയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും സത്യവാചകം ചൊല്ലി. ഉത്തർപ്രദേശിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമം തുടരുന്നു. അമേഠിയിൽ യുവതിയെ കൂട്ടമാനഭംഗം ചെയ്തു. 4 പേർ. വേനൽച്ചൂട് കടുത്തതോടെ കുവൈത്തിൽ ഉച്ചവിശ്രമ നിയമം കർശനമാക്കുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. മോദിക്ക് പിന്നാലെ പ്രമുഖ നേതാക്കളായ LK അഡ്വാനിയും സോണിയാഗാന്ധിയും ലോക്സഭയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും സത്യവാചകം ചൊല്ലി. കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ഉച്ചകഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തു. അതേസമയം പ്രതിപക്ഷവും പിന്തുണച്ചതോടെ BJPയുടെ സുമിത്ര മഹാജൻ എതിരില്ലാതെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു. 16ാം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പ്രോടൈം സ്പീക്കർ കമൽനാഥ് ക്ഷണിച്ചത്. ഈശ്വരനാമത്തിൽ ഹിന്ദിയിലാണ് മോദി സത്യവാചകം ചൊല്ലിയത്. नरेंद्र दामोदर दास मोदी जो लोकसभा का सदस्य निर्वाचित हुआ हूं, ईश्वर की शपथ लेता हूं. വാജ്പേയിക്ക് ശേഷം 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പ്രധാനമന്ത്രി ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 2004ലും 2009ലും UPA അധികാരത്തിലെത്തിയപ്പോൾ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് രാജ്യസഭാംഗമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്നാലെ NDA ചെയർമാൻ LK അദ്വാനിയുടെ ഊഴമായിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രതിപക്ഷത്തെ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ അഡ്വാനി വണങ്ങി. പ്രതിപക്ഷത്ത് നിന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയാണ് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത്. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്, നിതിൻ ഗഡ്കരി എന്നിങ്ങനെ മന്ത്രിമാരെല്ലാം അംഗങ്ങളായി സത്യവാചകം ചൊല്ലി. തുടർന്ന് സംസ്ഥാനങ്ങളുടെ അക്ഷരമാലാക്രമത്തിൽ MPമാരുടെ സത്യപ്രതിജ്ഞ. സുഷമ സ്വരാജും ഉമാഭാരതിയും ഹർഷവർദ്ധനും സംസ്കൃതത്തിൽ സത്യവാചകം ചൊല്ലിയപ്പോൾ സദാനന്ദ ഗൌഡയടക്കം പലരും മാതൃഭാഷകളെ മുറുകെ പിടിച്ചു. ഇന്നും നാളെയുമായി നടക്കുന്ന അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്ന് വിജയിച്ച സുമിത്ര മഹാജനെ സ്പീക്കറാക്കാനാണ് BJP തീരുമാനം. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം AIADMKക്ക് നൽകിയേക്കും. ഉത്തർപ്രദേശിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമം തുടരുന്നു. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ അമേറിയിൽ 25-കാരിയെ കൂട്ടമാനഭംഗം ചെയ്തതായി റിപ്പോർട്ട്. സംഭവത്തിൽ കുറ്റക്കാരായ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് കൂട്ടമാനഭംഗ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ അഖിലേഷ് യാദവ് സർക്കാർ വൻ വിമർശനമാണ് നേരിടുന്നത്. ഇതിൽ ബാദുവാനിൽ സഹോദരികളായ ദലിത് പെൺകുട്ടികളെ കൂട്ടമാനഭംഗത്തിനിരയാക്കി കെട്ടിത്തൂക്കിയ സംഭവം വലിയ പ്രതിഷേധമുയർത്തിയിരുന്നു. കേസിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം 7 പേർ പ്രതികളാണ്. കേസിന്റെ അന്വേഷണം സമാജ്വാദി പാർട്ടി സർക്കാർ CBIക്ക് കൈമാറുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങുന്നു. നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ട്. സെപ്റ്റംബർ അവസാനമായിരിക്കും സന്ദർശനം. വിശദവിവരങ്ങളുമായി സത്താർ പഠന ചേരുന്നു. ഒട്ടേറെ പേരെ കൊന്നൊടുക്കിയ ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിക്ക് മുമ്പ് അമേരിക്ക വിസ നിഷേധിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദിയെ ബറാക് ഒബാമ ഫോണിൽ വിളിച്ച് അഭിനന്ദിക്കുകയായിരുന്നു. തുടർന്ന് അമേരിക്കയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങുന്നത്. സെപ്റ്റംബർ അവസാന വാരത്തോടെ നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജിസാനിൽ നിന്നും KMAC ന്യൂസിനു വേണ്ടി അബ്ദുൽ സത്താർ പെടേന.
ഇന്നലെ പുനെയിൽ നടന്ന IT വിദഗ്ധനായ മുസ്ലിം യുവാവിന്റെ കൊലപാതകം ആദ്യ വിക്കറ്റിനോട് ഉപമിച്ച് ഹിന്ദുത്വർ. മുഹ്സിൻ സ്വാദിഖ് ഷെയ്ഖിന്റെ കൊലപാതകത്തിന് ശേഷം കൊലപാതകികൾ മരണം ഉറപ്പുവരുത്തിയ ശേഷം അയച്ച SMS-ലാണ് പെഹ്ലി വിക്കറ്റ് പഡ്ലി, അതായത് ആദ്യ വിക്കറ്റ് വീഴ്ത്തിയെന്ന് അയച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഹിന്ദു രാഷ്ട്രസേനയുടെ 20 അംഗങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുണ്ട്. ഇതേ സ്ഥലത്ത് വെച്ച് മുമ്പ് 2 യുവാക്കളെ ഒരു സംഘം ആളുകൾ ആക്രമിച്ചിരുന്നതായും വിവരമുണ്ട്. ഷെയ്ഖിന്റെ മരണം ഉറപ്പുവരുത്തിയ ഉടൻ ഹിന്ദു രാഷ്ട്രസേനയുടെ 25 അംഗങ്ങളുടെ മൊബൈലിലേക്കാണ് ഇത്തരത്തിൽ മെസ്സേജ് പ്രചരിച്ചിട്ടുള്ളത്. ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊലപാതകമാണെന്നും ഒരു സംഘം ഹോക്കി സ്റ്റിക്കും കല്ലുകളുമായി യുവാവിനെ ആക്രമിക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. മുഹ്സിൻ മുസ്ലിമാണെന്ന് വ്യക്തമായതുകൊണ്ടാണ് ആക്രമിക്കപ്പെട്ടതെന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ റിയാസ് പ്രതികരിച്ചു. തങ്ങൾ ബൈക്കിൽ തിരിച്ചു വരികയായിരുന്നു. മുഹ്സിനാണ് വണ്ടിയോടിച്ചിരുന്നത്. പെട്ടെന്ന് ഏകദേശം 15ഓളം വരുന്ന സംഘം ബൈക്ക് തടഞ്ഞു നിർത്തി പുലഭ്യം പറയുകയും മുദ്രാവാക്യം വിളിക്കുകയും മുഹ്സിനെ ചവിട്ടി താഴെയിടുകയും ആക്രമിക്കുകയും ചെയ്തു. അതേസമയം എന്നെ അവർ തൊടുക പോലും ചെയ്തിരുന്നില്ല. മുഹ്സിൻ മുസ്ലിമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ആക്രമിക്കപ്പെട്ടത്. മുഹ്സിൻ താടിയും തൊപ്പിയും ധരിച്ചിരുന്നു, എന്നാൽ താൻ അതൊന്നും ധരിച്ചിരുന്നില്ലെന്നും അതുകൊണ്ട് ആക്രമിക്കപ്പെട്ടിട്ടില്ലെന്നും റിയാസ് വാർത്താചാനലിനോട് പറഞ്ഞു. അതേസമയം ഈ വിഷയത്തിൽ ഉടൻ നടപടിയെടുക്കണമെന്ന് ജമിയത്തുൽ ഉലമ ഹിന്ദ് മഹാരാഷ്ട്ര പ്രസിഡന്റ് മുഹമ്മദ് നദീം സിദ്ദീഖ് പുനെ കമ്മീഷണറെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടു. മഹാരാഷ്ട്രയിൽ ഹിന്ദുത്വർ മുസ്ലിങ്ങളുടെ കടകൾക്കും പള്ളികൾക്കും മദ്രസകൾക്കും നേരെ ആക്രമണം അഴിച്ചുവിടുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. ഗൾഫ് വാർത്തകൾ. കുവൈത്ത് ഉച്ചവിശ്രമ നിയമം കർശനമാക്കുന്നു. വേനൽ കടുത്തതോടെയാണ് പുറം ജോലിക്കാരുടെ ഉച്ചവിശ്രമ നിയമം കുവൈത്ത് കർശനമാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അലി എയർ നഗർ ചേരുന്നു. വേനൽ കടുത്തതോടെ പുറം ജോലിക്കാരുടെ ഉച്ചവിശ്രമ നിയമം കുവൈത്ത് കർശനമാക്കുന്നു. ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന നിയമം പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ തൊഴിൽ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ 3 മാസത്തേക്കാണ് മധ്യാഹ്ന ജോലിക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത്. ഈ കാലയളവിൽ കാലത്ത് 11 മണി മുതൽ വൈകിട്ട് 4 മണി വരെ സൂര്യതാപം ഏൽക്കുന്ന തരത്തിൽ തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിനാണ് വിലക്ക്. മുൻ വർഷങ്ങളിൽ വിലക്ക് ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 4 വരെയായിരുന്നു. ചൂട് കൂടുതലായതിനാൽ 2 വർഷം മുൻപാണ് നിയന്ത്രണം 1 മണിക്കൂർ നേരത്തെ ആക്കിയത്. നിയമപാലനം ഉറപ്പാക്കാൻ തൊഴിൽ സാമൂഹ്യ ക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട്. വിലക്ക് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ മന്ത്രി ഹിന്ദ് അൽ സബീഹിന്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്. നിരോധിത സമയത്ത് തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന കമ്പനികളുടെ ഫയലുകൾ മരവിപ്പിക്കുകയും ഒരു തൊഴിലാളിക്ക് 200 ദീനാർ തോതിൽ പിഴ ഈടാക്കുകയും ചെയ്യുമെന്നും തൊഴിൽ വകുപ്പ് മേധാവി ഹുസൈൻ അൽ മുത്തൈരി മുന്നറിയിപ്പ് നൽകി. തൊഴിലുടമകളെ പോലെ തൊഴിലാളികളും ഇക്കാര്യത്തിൽ ജാഗ്രത കാണിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതേസമയം UAE പ്രഖ്യാപിച്ച മധ്യാഹ്ന ഇടവേള നിയമം ലംഘിക്കുന്നവരെ കർശനമായി നേരിടുമെന്ന് തൊഴിൽ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഈ മാസം 15 മുതൽ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെ ജോലിയിൽ ഇടവേള അനുവദിച്ചിരിക്കണം എന്നാണ് നിയമം. നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് 15,000 ദിർഹം വരെ പിഴ ചുമത്തും. നിയമം പാലിക്കുന്നു എന്ന കാര്യം ഉറപ്പുവരുത്താൻ പ്രത്യേക പരിശോധക സംഘത്തെയും തൊഴിൽ മന്ത്രാലയം നിയമിച്ചു. ജിദ്ദയിൽ നിന്നും KMIC ന്യൂസിനു വേണ്ടി അലി എയർ നഗർ. UAE-യിൽ ഇത്തവണ ദൈർഘ്യമേറിയ വ്രതമെന്ന് ദുബായ് മതകാര്യ വകുപ്പിലെ ഗവേഷണ വകുപ്പ്. 33 വർഷത്തിനിടെ ആദ്യമായാണ് ഗൾഫിലും അറബ് രാജ്യങ്ങളിലും ഇത്രയും ദൈർഘ്യമേറിയ പകലിൽ നോമ്പെടുക്കേണ്ടി വരുന്നത്. 15 മണിക്കൂർ നീളുന്നതാണ് UAE-യിലും ഖത്തറിലും ഇക്കൊല്ലത്തെ റമദാന്റെ സമാരംഭം. അവസാന ഘട്ടത്തിലെത്തുമ്പോൾ വ്രതസമയം 14 മണിക്കൂറും 45 മിനിറ്റുമായി ചുരുങ്ങും. കടുത്ത ചൂടിലാണ് ദീർഘിച്ച പകലിനെ സ്വീകരിക്കേണ്ടി വരിക. പുറം ജോലിക്ക് പോകുന്ന തൊഴിലാളികൾക്കാണ് വെയിലും വ്രതവും ഒന്നിച്ച് അഭിമുഖീകരിക്കേണ്ടി വരിക. ജൂൺ 29 മുതൽ ജൂലൈ 8 വരെയുള്ള ആദ്യത്തെ 10 നാളിലെ പകൽ നോമ്പുകാരന് കഠിന പരീക്ഷണമായിരിക്കും. മണൽക്കാറ്റും വരണ്ട അന്തരീക്ഷവും ഈ ദിവസങ്ങളിൽ കൂടും. മരുപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കായിരിക്കും ആദ്യത്തെ 10 കൂടുതൽ പ്രയാസം അനുഭവിക്കുക. ചൂട് 44 ഡിഗ്രി കടക്കുന്ന സമയം കൂടിയാണിതെന്നും ഗവേഷണ വകുപ്പ് തലവൻ ഹമദ് അൽ ഖമാലി സൂചിപ്പിച്ചു. ജൂലൈ 9 മുതൽ 18 വരെയുള്ള 2ാം ഘട്ട വ്രതകാലം പൊടിക്കാറ്റിലായിരിക്കും. മരുപ്രദേശങ്ങളെ പൊടിയിൽ മൂടുന്ന ഈ ദിവസങ്ങളിൽ പാതിരാത്രി വരെ കാറ്റുണ്ടാകാനാണ് സാധ്യത. ഉഷ്ണം 46 ഡിഗ്രി കവിയും. വ്രതം പരിസമാപ്തിയിലേക്ക് നീങ്ങുന്ന അവസാന 10 ജൂലൈ 19 മുതൽ ആരംഭിക്കും. ഇത്തവണ ഗൾഫിലും അറബ് രാജ്യങ്ങളിലും കടുത്ത ചൂടിനെ തരണം ചെയ്തായിരിക്കും വിശ്വാസി വ്രതം അവസാനിപ്പിക്കുക. ഈ പശ്ചാത്തലത്തിൽ അത്താഴം പതിവാക്കണമെന്ന് മതകാര്യ വകുപ്പ് നിർദ്ദേശിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
ശാന്തിഗേഹം മർക്കസ് സാന്ത്വനം ഈ മർക്കസ് ശാന്തിഗേഹം മർക്കസ് സാന്ത്വനം ഈ മർക്കസ് 37ാം വാർഷിക 17ാം സന്നദ്ധദാന സമ്മേളനം 2014 ഡിസംബർ 18 മുതൽ 21 വരെ മർക്കസ് നഗർ കാരന്തൂർ. അറിവിൻ പൂവനി കാണേണ്ടേ അദബിൻ സുരഭിയതൊന്നുണ്ടേ. ഇന്ത്യൻ യുവബോധങ്ങൾക്ക് ദൈക്ഷണികതയുടെ മേൽവിലാസം ചാർത്തിയ അറിവിന്റെ നഗരി മർക്കസ് 37ാം വാർഷിക 17ാം സന്നദ്ധദാന സമ്മേളനം 2014 ഡിസംബർ 18 മുതൽ 21 വരെ മർക്കസ് നഗർ കാരന്തൂർ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. പരിസ്ഥിതി സംരക്ഷണത്തിനും ബോധവൽക്കരണത്തിനുമായി മർക്കസ് നോളജ് സിറ്റി രാജ്യവ്യാപകമായി വിപുലമായ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഗ്രീൻ റൂട്ട് ടു എഫിഷ്യന്റ് എക്കോസിസ്റ്റം ഇൻ നേച്ചർ എന്ന പേരിൽ നടപ്പിലാക്കുന്ന പദ്ധതി വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മസ്ജിദുകൾ, മഹല്ലുകൾ, മദ്രസകൾ, ദർസുകൾ, മറ്റ് സാമൂഹിക കൂട്ടായ്മകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് നടപ്പിലാക്കുന്നത്. മരം നടൽ, പരിസ്ഥിതി ബോധവൽക്കരണം, അടുക്കളത്തോട്ടം, ഗ്രീൻ ക്യാമ്പസ്, ജലസംരക്ഷണം, അവാർഡ് ദാനം തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നത്. ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന 3 സ്ഥാപനങ്ങൾക്ക് ഗ്രീൻ അവാർഡ് സമ്മാനിക്കും. വിദ്യാലയങ്ങൾ, മതസ്ഥാപനങ്ങൾ, വീടുകൾ തുടങ്ങിയവയ്ക്ക് പ്രത്യേകം പദ്ധതികളാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. മർക്കസ് ഗ്രീൻ മൂവ്മെന്റിന്റെ ഉദ്ഘാടനം പരിസ്ഥിതി ദിനമായ ഇന്ന് രാവിലെ 11 മണിക്ക് മർക്കസ് നോളജ് സിറ്റിയിൽ 1 ലക്ഷം മരം നട്ട് ഹരിതമതിൽ സൃഷ്ടിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിച്ചു. പ്രമുഖ എഴുത്തുകാരൻ P. സുരേന്ദ്രൻ, മർക്കസ് ജനറൽ മാനേജർ C. മുഹമ്മദ് ഫൈസി, ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി, EV അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഗ്രീൻ മൂവ്മെന്റ് കൈപ്പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. മർക്കസ് സഖാഫത്തി സുന്നിയിൽ ഖത്തുമുൽ ബുഖാരിയോടനുബന്ധിച്ച് ജൂൺ 7 ശനിയാഴ്ച കാരന്തൂരിൽ നടക്കുന്ന സഖാഫി സംഗമത്തിന് അന്തിമ രൂപമായി. കാലത്ത് 8 മണിക്ക് രജിസ്ട്രേഷൻ ഉദ്ഘാടനം ചെയ്യും. കട്ടിപ്പാറ KK അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ജനറൽ മാനേജർ C. മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്യും. മർക്കസ് വൈസ് പ്രസിഡന്റ് വൈലത്തൂർ യൂസഫ് കോയത്തങ്ങൾ പ്രാർത്ഥന നടത്തും. 1ാം സെഷനിൽ AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരവും പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാറും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരിയും വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുക്കും. VPM ഫൈസി വില്യാപ്പള്ളി, KS മുഹമ്മദ് മുസ്ലിയാർ, K. ഹുസൈൻ മുസ്ലിയാർ, KK മുഹമ്മദ് മുസ്ലിയാർ, KM അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ജലീൽ സഖാഫി ചെറുശോല, ഷാഫി സഖാഫി മുണ്ടമ്പ്ര തുടങ്ങി പ്രമുഖർ സംബന്ധിക്കും. പരിസ്ഥിതി ദിനത്തിൽ ചരിത്രം സൃഷ്ടിച്ച് സുന്നി സംഘടനകളും സ്ഥാപനങ്ങളും ഇന്ന് നട്ടത് ലക്ഷക്കണക്കിന് വൃക്ഷത്തൈകൾ. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഹരിതശ്രീ പദ്ധതിയുടെ ഭാഗമായി പരിസ്ഥിതി ദിനാഘോഷ പരിപാടി ഇന്ന് മർക്കസിൽ നടന്നു. രാവിലെ 10 മണിക്ക് ആരംഭിച്ച പരിപാടി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. C. മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിച്ചു. വുമൺ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ ഫൈസൽ മുനീർ മുഖ്യാതിഥിയായിരുന്നു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സർക്കാർ സൌജന്യമായി അനുവദിച്ച 15,000 വൃക്ഷത്തൈകൾ ഒരേ സമയം വിവിധ മർക്കസ് സ്ഥാപനങ്ങളിൽ നട്ടു. കഴിഞ്ഞ വർഷം മർക്കസ് കൃഷി ഗവേഷണ വിഭാഗം ആരംഭിച്ച ഹരിതം പദ്ധതികളുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കുള്ള കാർഷിക പദ്ധതികളുടെ അവതരണവും നടന്നു. വെറ്റിനറി കം അഗ്രികൾച്ചർ പദ്ധതി, ബോധവൽക്കരണ സംഗമങ്ങൾ, വിദ്യാർത്ഥികൾക്ക് സ്വന്തമായി കാർഷിക സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള കർമ്മ പദ്ധതികൾ, ഗവേഷണ പഠനങ്ങൾ എന്നിവ അടങ്ങുന്നതാണ് ഈ വർഷത്തെ മർക്കസ് ഹരിതം പദ്ധതി. പരിസ്ഥിതി ദിനാചരണത്തെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ നാളെ KMIC ന്യൂസിൽ. വികലമാക്കിയ വിശ്വാസത്തെ വിളക്കി കാച്ചി മിനുക്കിയെടുക്കാൻ പ്രതിജ്ഞയോടെ പ്രവൃത്തിയോടെ വന്നിത നവശക്തി. ജയ ഹേ SS ജിന്ദാബാദ്, ജയ ഹേ SS ജിന്ദാബാദ്. ദുർനയങ്ങൾ മാറ്റിയെടുക്കാൻ പട്ടികൾക്കും പാമ്പുകൾക്കുമിടയിൽ ഒരു അനാഥാലയം. മുസ്ലിം ഓർഫനേജുകൾക്കെതിരെ ആരോപണങ്ങൾ ഉയരുമ്പോൾ തൃശൂർ നഗരഹൃദയത്തിൽ 20ഓളം കുട്ടികളെ പട്ടികൾക്കും പാമ്പുകൾക്കുമിടയിൽ താമസിപ്പിച്ചിരിക്കുന്ന അനാഥാലയം. ശിവാശ്രമം എന്ന ഈ അനാഥാലയത്തിൽ 30ഓളം നായകൾക്കൊപ്പമാണ് തികച്ചും വൃത്തിഹീനമായ സാഹചര്യത്തിൽ 20ലേറെ കുട്ടികളെ പാർപ്പിച്ചിരിക്കുന്നത്. മൂർഖൻ പാമ്പും ഒരു പെരുമ്പാമ്പും ഇവിടെയുണ്ട്. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെയോ ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെയോ അറിവോ അനുമതിയോ കൂടാതെയാണ് കുട്ടികളെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ നടത്തിയ അന്വേഷണം KMIC ന്യൂസ് പുറത്തുവിടുന്നു. തൃശൂർ നഗരത്തിലെ ശങ്കരയ്യ റോഡിലാണ് ഈ സ്ഥാപനം.
ശിവാശ്രമം ഒരു ഗുരുകുലമാണെന്നാണ് നടത്തിപ്പുകാർ പറയുന്നത്. ഷിർദി സായി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വെബ്സൈറ്റിലും ഇത് തന്നെ പറയുന്നു. 8-നും 16-നും ഇടയ്ക്ക് പ്രായമുള്ള 20ഓളം കുട്ടികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഗുരുകുല സമ്പ്രദായത്തിൽ വേദങ്ങളും വിദ്യയും പകർന്നു നൽകുകയാണെന്ന് നടത്തിപ്പുകാർ അവകാശപ്പെടുന്നു. മുന്തിയ ഇനം പട്ടികളെ കൂടി ഈ ആശ്രമത്തിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്നതാണ് ഈ അന്വേഷണത്തിന് പ്രേരിപ്പിച്ചത്. നായ്ക്കളെ വാങ്ങാനെന്ന ഭാവത്തിൽ ശിവാശ്രമത്തിലെത്തിയപ്പോൾ കണ്ട കാഴ്ചകൾ ഇതാണ്. ഇരുപതോളം കുട്ടികളും 30ഓളം വരുന്ന നായ്ക്കളും കഴിയുന്നത് ഈ ഷെഡിലും പഴയ വീട്ടിലുമാണ്. കുട്ടികൾ കിടക്കുന്നിടത്തും ഭക്ഷണം കഴിക്കുന്നിടത്തുമെല്ലാം നായ്ക്കളുണ്ട്. നായ്ക്കളുടെ വിസർജ്യത്തിന്റെ കടുത്ത ദുർഗന്ധത്തിലാണ് കുട്ടികൾ കഴിയുന്നത്. നായ്ക്കളുടെ വിസർജ്യം കോരുന്നതും അവക്ക് ഭക്ഷണം വിളമ്പുന്നതുമെല്ലാം കുട്ടികൾ തന്നെ. തീർന്നില്ല, കുട്ടികൾ താമസിക്കുന്ന ഈ ഷെഡിൽ തന്നെ 5 മൂർഖൻ പാമ്പുകളും ഒരു പെരുമ്പാമ്പും. കുട്ടികൾ ഈർക്കൾ കൊണ്ട് പാമ്പിനെ കുത്തിക്കളിച്ച് രസിക്കുന്നു. എന്നാൽ ഈ കുട്ടികൾ എങ്ങനെ ഇവിടെയെത്തി എന്ന് പറയാൻ ആശ്രമം അധികൃതർ തയ്യാറല്ല. ആശ്രമം നടത്തിപ്പിനുള്ള പണം കണ്ടെത്താൻ വേണ്ടിയാണ് നായ്ക്കളെ വളർത്തി വിൽക്കുന്നതെന്നാണ് ഇവരുടെ വിശദീകരണം. അതേസമയം ശിവാശ്രമം പ്രവർത്തിക്കുന്നത് അനധികൃതമായാണെന്ന് സാമൂഹ്യക്ഷേമ വകുപ്പ് തന്നെ സമ്മതിക്കുന്നു. അനാഥാലയ നടത്തിപ്പിനുള്ള ഒരനുമതിയും ഈ സ്ഥാപനത്തിനില്ല. എന്നാൽ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് മുമ്പും പരാതിയുണ്ടായിട്ടുണ്ടെന്നും എന്നാൽ പരിശോധന നടത്തിയപ്പോൾ കുട്ടികളെയൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി വർഷങ്ങളായി ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ബാലനീതി നിയമത്തിന്റെ വ്യക്തമായ ലംഘനമാണ് ഇവിടെ നടക്കുന്നത്. ഈ സ്ഥാപനത്തെക്കുറിച്ച് നിരവധി തവണ പരാതി ഉയർന്നിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാവാതിരുന്ന അധികൃതരും ഈ നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. മുസ്ലിം അനാഥാലയങ്ങൾക്കെതിരെ മുറവിളി കൂട്ടുന്നവർക്കായി KMIC ന്യൂസ് ഈ ഇൻവെസ്റ്റിഗേഷൻ സമർപ്പിക്കുന്നു. ഇനി മനുഷ്യക്കടത്ത് വാർത്തകൾ. ഝാർഖണ്ഡിൽ നിന്ന് കുട്ടികളെ കേരളത്തിലെത്തിച്ച സംഭവത്തിൽ സ്വീകരിച്ച നടപടി സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശം. വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടി തൃപ്തികരമല്ല. കുട്ടികളെ കൊണ്ടുവരുന്നത് സംബന്ധിച്ച വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ്. ഇതുവരെയുള്ള നടപടികൾ വിശ്വസനീയമല്ലെന്ന് നിരീക്ഷിച്ച കോടതി ഇത്തരം സംഭവം സർക്കാരിന് നാണക്കേടല്ലേയെന്നും ചോദിച്ചു. ഇത്രയും കുട്ടികളെ എങ്ങനെയാണ് തീവണ്ടിയിൽ കൊണ്ടുവരുന്നത്? യാത്രാരേഖകൾ അടിസ്ഥാനമാക്കിയാണോ കുട്ടികളെ എത്തിക്കുന്നത്? ഉന്നതരെ സംരക്ഷിക്കുകയല്ല വേണ്ടത്. സംഭവത്തിന് പിന്നിൽ ഉന്നതരുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കണം. കുട്ടികളെ എത്തിച്ചത് സംബന്ധിച്ച എല്ലാ രേഖകളും കോടതിയിൽ സമർപ്പിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് മഞ്ജുള ചെല്ലൂർ അധ്യക്ഷയായ ബെഞ്ച് നിർദ്ദേശിച്ചു. കേസിൽ ഝാർഖണ്ഡ്, ബീഹാർ, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളെ കക്ഷി ചേർക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടു. സംസ്ഥാനത്തെ അനാഥാലയങ്ങളിലേക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന കുട്ടികളെ സ്വദേശത്തേക്ക് മടക്കിയേക്കാൻ ഉത്തരവിടണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി പരാമർശം. കേരളത്തിലെ അനാഥശാലയിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന സംഭവത്തിൽ ഝാർഖണ്ഡ് സ്വദേശി ഷക്കീൽ അക്തറിനെ പാലക്കാട് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. കുട്ടികളെ കൊണ്ടുവന്നതിന്റെ മുഖ്യകണ്ണിയാണ് ഷക്കീൽ അക്തർ എന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു. കേസന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത ശേഷം ആദ്യത്തെ അറസ്റ്റാണിത്. നേരത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് 8 പേരെ പാലക്കാട് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ ഇപ്പോൾ റിമാൻഡിലാണ്. അറസ്റ്റിലായ ഷക്കീൽ പാലക്കാട് വടക്കാഞ്ചേരിയിൽ ജോലി ചെയ്തു വരികയാണ്. കേരളത്തിൽ വൻ വിവാദത്തിന് തിരികൊളുത്തിയ അനാഥാലയ വാർത്തകൾ, ചർച്ചകൾ, അന്വേഷണങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. രാഷ്ട്രീയക്കാർ, മന്ത്രിമാർ, നേതാക്കൾ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ ഒന്ന് കേട്ടുനോക്കാം. MM ഹസൻ പറയുന്നത് ഇങ്ങനെ: അനാഥാലയങ്ങളിലേക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്നത് മനുഷ്യക്കടത്താണെന്ന അഭിപ്രായമില്ലെന്ന് കോൺഗ്രസ് വക്താവ് MM ഹസൻ പറഞ്ഞു. കാസർകോട് ഗസ്റ്റ് ഹൌസിൽ വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ ശരിയായ രീതിയിൽ പാലിക്കപ്പെട്ടിട്ടില്ല. ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ്. ഇതിന്റെ പേരിൽ ആഭ്യന്തരമന്ത്രിയെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. BJP ഇക്കാര്യത്തിൽ വർഗീയ മുതലെടുപ്പ് നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യമായി നമ്മുടെ മുഖ്യൻ ഉമ്മൻചാണ്ടി തന്നെ പറയട്ടെ. സാഹചര്യത്തിൽ ഞാനൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. അത് അന്വേഷിക്കട്ടെ. ആ സ്റ്റേറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും വന്നിട്ടുണ്ട്. അവരത് നോക്കി
എന്താണോ നിയമം ആ നിയമം നടപ്പിലാക്കും. ഇനി അനാഥാലയങ്ങളിൽ ക്രമക്കേടുകളൊന്നും നടക്കുന്നില്ലെന്നും മനുഷ്യക്കടത്തല്ലെന്നും മുസ്ലിം ലീഗിന്റെ MP E.T. മുഹമ്മദ് ബഷീർ പറയട്ടെ. 370 പ്രകാരം കേസെടുത്തതിനെ പറ്റി ആ സെക്ഷൻ പ്രകാരം അന്വേഷിക്കാൻ പാടില്ല ഈ ഇഷ്യൂ. ആഭ്യന്തരമന്ത്രി ഇനി മുസ്ലിം ലീഗിന്റെ മറ്റൊരു മന്ത്രി MK മുനീർ സാബ് എന്തു പറയുന്നു എന്ന് നോക്കാം. ആ റിപ്പോർട്ട് വന്നാൽ സ്ട്രോങ് ആയിട്ട് അത്തരം ആളുകളുടെ പേരിൽ 370 ഇട്ടിട്ട് തന്നെ കേസെടുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം. ഇനി ഇടത് MLA KT ജലീൽ പറയുന്നു. മുക്കം ഓർഫനേജിനെ സംബന്ധിച്ച് സാദിഖ് അലി ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, എന്തിനാണ് ഈ കുട്ടികളെ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നത്? മുക്കം ഓർഫനേജിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എയ്ഡഡ് സ്കൂളുണ്ട്. ആ എയ്ഡഡ് സ്കൂളുകളിൽ മലയാളം പോലും അറിയാത്ത ഈ കുട്ടികളെ മലയാളം മീഡിയത്തിൽ ചേർക്കുകയും അധ്യാപകരുടെ നിലവിലുള്ള തസ്തിക സംരക്ഷിക്കുവാനും പുതിയ തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് ആ തസ്തികകളിലേക്ക് നിയമനം നടത്തുവാനും ശ്രമങ്ങൾ നടന്നിട്ടില്ലേ? ഇതേക്കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ പോയി അനാഥാലയങ്ങൾ നടത്തുന്നുണ്ട് കേരളത്തിലെ പല സംഘടനകളും. പ്രത്യേകിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കേരളത്തിന് പുറത്ത് ഗുജറാത്ത്, മധ്യപ്രദേശ്, ബംഗാൾ, കർണാടക, തമിഴ്നാട്, UP ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ 500-ലധികം സ്കൂളുകളും അനാഥാലയങ്ങളും മദ്രസകളും നടത്തുന്നുണ്ട്. അവിടുത്തെ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അതിന്റെ പിന്നിലുള്ളത്. എന്നാൽ അവിടെ നിന്ന് കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പഠിപ്പിക്കുമ്പോൾ അതിൽ ഒരു കച്ചവട താല്പര്യവും കൂടി ഒളിഞ്ഞുകിടപ്പുണ്ട്. അച്ഛൻ പത്തായത്തിലും കൂടിയില്ല എന്ന മട്ടിൽ BJPയുടെ K. സുരേന്ദ്രൻ പറയട്ടെ. അങ്ങേയറ്റം നിർഭാഗ്യകരമായിട്ടുള്ള ഒരു നിഗമനമാണിത്. കാരണം ഇതിൽ BJP ഇപ്പം മുനീർ പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ വകുപ്പ് മന്ത്രി ഇത് വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. സത്യത്തിൽ MK മുനീറിന്റെ വകുപ്പിന് കീഴിലുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് കൊടുത്തത് ഇതൊരു മനുഷ്യക്കടത്താണെന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വകുപ്പിന്റെ പോലീസ് കേസെടുത്തത്. ഞങ്ങളിതിൽ കക്ഷിയല്ല, വെറുതെ അനാവശ്യമായിട്ടുള്ള പ്രചരണമാണിത്. അങ്ങനെയാണെങ്കിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഗുജറാത്തിലും പിന്നെ മധ്യപ്രദേശിലും ഒക്കെ അനാഥാലയങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ അനാഥാലയങ്ങൾക്കൊന്നും എതിരല്ല. ഇത് കൃത്യമായിട്ടുള്ള ഒരു നിയമ ലംഘനമാണ് നടന്നിരിക്കുന്നത്. ആരാണിത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് അല്ല എന്ന് പറഞ്ഞത്? ആദ്യമൊന്ന് ആക്കം കൂട്ടിയ ആര്യാടൻ സാർ ഒന്ന് ഉരുണ്ടുമറിഞ്ഞു. അപ്പോ ഒരു കുട്ടിനെ ചേർക്കാൻ മറ്റേ അവിടുന്ന് ഇത് വേണം, ഇവിടെ ബോർഡ് പോകണം, ബോർഡിന്റെ സാങ്ഷൻ വേണം, സ്റ്റേറ്റ് ബോർഡിന്റെ സാങ്ഷൻ വേണം, എന്നിട്ടേ കുട്ടിനെ എടുക്കാൻ പാടുള്ളൂ. ഇതിന്റെ ഒക്കെ ലംഘനം അവിടെ നടന്നിരിക്കണം. അത് കടത്താണോ എന്നൊന്നും പരിശോധിക്കാതെ പറയാൻ പറ്റില്ല. ഇത് എന്തിനു വേണ്ടിയാണെന്നും പരിശോധിക്കാതെ പറയാൻ പറ്റൂല. ഇതുവരെ കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ആരുടേതാണെന്ന് ഒന്ന് കേട്ടു നോക്കാം. അതെ, മുക്കം ഓർഫനേജ് ഞങ്ങളുടെ മർക്കസ് ഓർഫനേജ് ഒക്കെ ഉണ്ടാകുന്നതിന്റെയും എത്രയോ മുമ്പ് ഉള്ള ഓർഫനേജാണ്. വളരെ പേരും പ്രശസ്തിയുമുള്ള ഓർഫനേജാണ്. അത്തരത്തിലുള്ള ഒരു ഓർഫനേജിനെയോ മറ്റൊരു സ്ഥാപനത്തെയോ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ പ്രസംഗവും സമരങ്ങളും ഉണ്ടാക്കുന്നതിന് പകരം അന്യായമായ പ്രവൃത്തിയും ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടി ആവശ്യപ്പെടുകയും വേണ്ട രേഖകൾ ശേഖരിക്കാൻ നിർദ്ദേശിക്കുകയുമാണ് ചെയ്യേണ്ടത്. മനുഷ്യക്കടത്ത് എന്ന രീതിയിലുള്ള ചർച്ചകളും വാർത്തകളും ഗുണകരമല്ല. മനുഷ്യക്കടത്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ നിയമം കയ്യിലെടുക്കുകയാണ് എന്ന് വരുത്തി തീർക്കുന്നത് ഒരിക്കലും നല്ലതായിരിക്കുകയില്ല. സംഭവത്തിൽ രമേശ് ചെന്നിത്തല ആദ്യമിറക്കിയ പ്രസ്താവനയെയും ഖമറുൽ ഉലമ കാന്തപുരം വിമർശിച്ചു. രേഖകൾ വേണം എന്ന് പറയുന്നതിന് പകരം പെട്ടെന്ന് ഇത് ശരിയായില്ല എന്ന് പറയുന്നത് നന്നായില്ല എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അഥവാ രേഖയില്ലാതെ ആണ് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളതെങ്കിൽ അതിന് ആവശ്യമായ രേഖകൾ ഉണ്ടാക്കി ആ കുട്ടികളെ പഠിപ്പിക്കാൻ ഗവൺമെന്റ് ആവശ്യമായത് ചെയ്തു കൊടുക്കണം. ഇനി മനുഷ്യക്കടത്ത് എവിടെയെത്തിയെന്ന് നോക്കാം.
ഒടുവിൽ സംസ്ഥാന മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അന്യസംസ്ഥാന കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ യാഥാർത്ഥ്യബോധത്തോടെ സംസാരിക്കാൻ തുടങ്ങിയത് നന്നായി. പോലീസുകാരൻ മനുഷ്യക്കടത്ത് എന്ന് പറയുമ്പോഴേക്കും മനുഷ്യക്കടത്ത് എന്ന് ആക്രോശിക്കുന്ന കുറെ മാധ്യമങ്ങളും കാള പ്രസവിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന ആഭ്യന്തരമന്ത്രിയും ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. നിരവധി ആരോപണങ്ങൾക്കു വിധേയനായി സസ്പെൻഷനിലായിരുന്ന, ഒടുവിൽ ഒരു അഭയമെന്ന നിലയ്ക്ക് മനുഷ്യാവകാശ നോഡൽ ഓഫീസറായി നിയമിതനായ ഒരു ഉദ്യോഗസ്ഥൻ മുൻവിധികളോടെ മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഹീറോ ചമയാൻ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു മനുഷ്യക്കടത്ത്. ഒടുവിൽ തെളിഞ്ഞത് അസാധാരണമായ രീതിയിൽ കുട്ടികൾ എത്തിച്ചേർന്നത് എങ്ങനെയെന്ന് അന്വേഷിക്കണമെന്ന് മാത്രമായിരുന്നു. ഇല്ലാത്ത മനുഷ്യക്കടത്തിനെ ഉണ്ടാക്കി വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയവർക്ക് ദുരുദ്ദേശമുണ്ടായിരുന്നുവെന്നതിൽ സംശയമില്ല. ജാർഖണ്ഡിൽ നിന്നും ബീഹാറിൽ നിന്നും ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചുവരുത്തി ബഹളമുണ്ടാക്കിയിട്ടും മാനുഷികത കാണിച്ചവരെ സാമൂഹിക വിരുദ്ധരാക്കി മാറ്റുന്ന പ്രവണതയ്ക്ക് തെളിവൊന്നും കിട്ടിയില്ല. മനുഷ്യാവകാശ കമ്മീഷനോ ബാലാവകാശ കമ്മീഷനോ ജാർഖണ്ഡ് ഉദ്യോഗസ്ഥർക്കോ പലവിധം അന്വേഷിച്ചിട്ടും കുട്ടികളെ കടത്തിക്കൊണ്ടുവന്നതാണെന്ന് കണ്ടെത്താനായില്ല. കുട്ടികളും രക്ഷിതാക്കളുമാവട്ടെ തങ്ങൾക്ക് ഇവിടെ തന്നെ പഠിച്ചാൽ മതിയെന്നും സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണെന്നും വെളിപ്പെടുത്തുകയുണ്ടായി. ഞങ്ങൾക്ക് ഓല വീടാണ്. അവിടെ നിൽക്കാൻ കുറെ ബുദ്ധിമുട്ടുണ്ട്. അവിടെ പഠിക്കാൻ സ്കൂളില്ല. അവിടെ നിൽക്കാൻ സ്ഥലമില്ല. ഓല വീടാണ്. ഉപ്പയുമില്ല. ഈ ഭാഗം മറച്ചുവെച്ച് വീണ്ടും വീണ്ടും മനുഷ്യക്കടത്ത് എന്ന് പാട്ടുപാടാൻ ഒരു കൂട്ടർ കാണിക്കുന്ന അത്യുത്സാഹവും കേന്ദ്രം ഭരിക്കുന്ന BJP ഇതിൽ കളിക്കുന്നതും പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതിനിടെ അമൃത ചാനൽ കഴിഞ്ഞ ദിവസം ഇക്കൂട്ടത്തിൽപ്പെട്ട കുട്ടികളെയും രക്ഷിതാക്കളെയും ഇന്റർവ്യൂ നടത്തുകയുണ്ടായി. ഇവരെല്ലാം തങ്ങളിവിടെ പഠിക്കാൻ വന്നവരാണെന്ന് വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുകയുണ്ടായി. അമൃത TV കാണിച്ച ഈ ചങ്കൂറ്റം മറ്റു ചാനലുകൾക്കും പത്രങ്ങൾക്കും ആവാമായിരുന്നു. ജനങ്ങൾ സത്യം മനസ്സിലാക്കരുതെന്ന നിർബന്ധമുള്ളവർ ഇതിനു പിന്നിൽ കളിക്കുന്നുവെന്ന് വ്യക്തമാണ്. എല്ലാവരും ഒരു കാര്യം സമ്മതിക്കുന്നു: വേണ്ടത്ര നടപടിക്രമങ്ങൾ പാലിക്കാതെ കൃത്യമായ രേഖകളില്ലാതെയാണ് കുട്ടികൾ വന്നതെന്ന്. എന്നാൽ എല്ലാവരും ഒരു കാര്യം വിസ്മരിക്കുന്നു: രേഖകളും ടിക്കറ്റുകളുമില്ലാതെ വന്നവർ സ്വയം വണ്ടി കയറി പോരുകയായിരുന്നു. ആരും കൊണ്ടുവന്നതല്ല. അതായിരുന്നു അവരുടെ സാഹചര്യം. ആ സാഹചര്യം ആരും ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുമില്ല. മറ്റൊന്ന്, അനാഥശാലകൾ കുട്ടികൾക്ക് പ്രവേശനം നൽകുന്ന വേളയിലാണ് രേഖകൾ പരിശോധിക്കേണ്ടത്, അല്ലാതെ അവർ വണ്ടി കയറി വരുന്ന വഴിയിൽ വെച്ചല്ല. ഒരു സംസ്ഥാനത്തു നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് യാത്ര ചെയ്യുന്നവർ എന്തു രേഖയാണ് കാണിക്കേണ്ടതെന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾ വ്യക്തമാക്കിയാൽ നന്ന്. KMIC ന്യൂസ് ടൈം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സമാപിക്കുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ. പരിസ്ഥിതി സംരക്ഷണത്തിനും ബോധവൽക്കരണത്തിനുമായി മർക്കസ് നോളജ് സിറ്റി മർക്കസ് ഗ്രീൻ മൂവ്മെന്റിന് തുടക്കം കുറിച്ചു. പുനെയിൽ മുസ്ലിം IT വിദഗ്ധന്റെ കൊലപാതകം ആദ്യ വിക്കറ്റ് എടുത്തുവെന്ന് ഹിന്ദുത്വരുടെ മെസ്സേജ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. മോദിക്ക് പിന്നാലെ പ്രമുഖ നേതാക്കളായ LK അഡ്വാനിയും സോണിയാഗാന്ധിയും ലോക്സഭയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും സത്യവാചകം ചൊല്ലി. ഉത്തർപ്രദേശിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമം തുടരുന്നു. അമേഠിയിൽ യുവതിയെ കൂട്ടമാനഭംഗം ചെയ്തു. 4 പേർ. കേരളത്തിലെ അനാഥശാലയിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന സംഭവത്തിൽ ഝാർഖണ്ഡ് സ്വദേശി ഷക്കീൽ അക്തർ അറസ്റ്റിൽ. UAE അടക്കം അറബ് രാഷ്ട്രങ്ങളിൽ ഇത്തവണ ദൈർഘ്യമേറിയ വ്രതം. വേനൽ ചൂട് കടുത്തതോടെ കുവൈത്തിൽ ഉച്ചവിശ്രമ നിയമം കർശനമാക്കുന്നു. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30. നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകൾ KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. KMICയിൽ നടക്കുന്ന ക്ലാസുകൾ വീണ്ടും കേൾക്കാൻ സന്ദർശിക്കുക www.sunnyonlineclass.com, www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.